അസ്സലാമലൈക്കും ഗൈസ്. ഇന്ന് നമ്മുടെ ചാനൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോയ ചങ്ക്സ് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അത് ചൂടാക്കി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിയും വെളിച്ചെണ്ണയും ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 3-4 വെളുത്തുള്ളി അരിഞ്ഞത് ഒരു കുഞ്ഞി ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളൊരു 3-4 സവാള എടുത്തിരിക്കുന്നത്. ആ സവാള അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരെ നമുക്ക് അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സവാള നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല വരാണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളി നമ്മൾ കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്താണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അങ്ങോട്ട് ഇളക്കി എടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് ബാക്ക് ടു ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന സോയാബീൻസ് അതിൽ വെള്ളം കളയാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് പീനെടുക്കാം കേട്ടോ. അത് പീനെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്ക് ടു പാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന സോയാബീൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ വലിയ സുഖമില്ലാത്തതുകൊണ്ട് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ സോയ ചങ്ക്സ്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോയ ചങ്ക്സിൻ്റെ കാര്യം ഒരുവിധം നമ്മൾ തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് ഈ കുക്കർ അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആഹാരേ വാങ്ങാൻ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കട്ടെ. വേറെ ഒരു കറിയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് വെറുതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഫ്രണ്ട്സിന് ഷെയർ ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.